എല്ലാവർക്കും ഒരു ഹായ് പോയി ഇതാണ് ബോധത്തോട് ഒഫ്സിയിൽ എല്ലാവരും സീരീസിന്റെ എപ്പിസോഡ് 25 ഒക്കെ പോയി. എപ്പിസോഡിന്റെ ആദ്യം തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ 2 ദിവസമായിട്ട് നിൽക്കുന്നത് അത് കണ്ട് ലീശിന് ഇനിയും എത്രതാണ് വരുന്നത് വരെ മാസ്റ്റർ വന്നിട്ട് ലീശിനോട് നാളെ ബാച്ചിട്ട് പോകാനായിട്ട് പറയുന്നു. അവിടെ ഹീറോയിനോ നോക്കിയിട്ട് അവിടെ പോയി. അത് കഴിഞ്ഞ് ഹാവച്ചൻ ഹായോ അവര് ബ്ലഡ് കണക്ട് റിലേഷൻഷിപ്പ് ആയിട്ട് ആണ് ഉള്ളത്. എന്നിട്ട് ഒരു എനിമയായ നീ പറയുന്നത് വിശ്വസിക്കണോ എന്ന് പറഞ്ഞ ധൈര്യം വന്ന് അറ്റാക്ക് നെക്രോമൻസർ എന്ന് പറകോട്ട് പോയി ഹായുവിനോട് ശവ എന്നാണ് പറയുന്നത്. അതിൽ ഹായുവിന് 2 തലയുണ്ടല്ലോ, ഒന്ന് ഫയർ ഒന്ന് ലൈറ്റ്. അങ്ങനെ എന്തായാലും ഇവൾവ് ചെയ്യാനായിട്ട് പറയുന്നു. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന്. എനിക്ക് നീ ഓസ്ട്രൻ ഗ്രിഫിൻ്റെ കൂടെ മരിക്കും എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്ക് എടുക്കുന്നു. അവിടെ മരിച്ച എല്ലാവരുടെയും സോള് വാ എന്ന് പറഞ്ഞ് ആണ് അവിടെ താഴെ ഉണ്ടായിരുന്ന സ്കെലിറ്റൺസ് എല്ലാം മാഞ്ഞുപോയി. അവിടെ ഒരു ഭീമകരമായ ഒരു ഗോസ്റ്റ് സ്കെലിട്ടൺ തന്നെയായിട്ട് മാറുന്നു. ഇതിന്റെ പേരാണ് സ്കെലിട്ടൺ കിങ്. മുൻപ് വരെ ഉള്ളത് വെറും പൊടി. സ്കെലിട്ടൺ കിങ് അതിന് സോളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്കെലിട്ടൺ കിങ്ങിനെ നോക്കിക്കോളൂ. ഒരു ചെറിയ അറ്റാക്ക് പോലും അവിടെ മുഴുവൻ തകർത്തു. അതുകൊണ്ട് ഹാവച്ചൻ പോലും ഞെട്ടിപ്പോയി. അടുത്ത അറ്റാക്ക് അവൻ മാറിയെങ്കിലും അടിക്കാൻ വന്ന് ഡിഫൻസ് ടെക്നിക്ക് ഉപയോഗിച്ചു എങ്കിലും കഴിഞ്ഞില്ല. ഹാവച്ചൻ അപ്പോൾ ഇതിന് ലെവൽ 6 എങ്കിലും ഉണ്ട്. ആ ലെവൽ 5 അല്ലായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ ഡെഡായിരുന്നു. എങ്കിൽ ആ സ്കെലിട്ടൺ കിങ് അതിന്റെ എനർജി ആ നെക്രോമൻസറിൽ നിന്നാണ്. അതിനെ കൊന്ന ഇത് ഡിസ്ട്രോയ് ആകുക എന്ന് മനസ്സിലാക്കിയിട്ട് 2 സോഡ് എടുത്തു. എന്നിട്ട് ഹോളി സ്ലാഷ് എന്നതൊക്കെ ഉപയോഗിച്ച് അത് അത്രയും വലിയ സ്കെലിട്ടൺ പോലും പുറകോട്ട് പോയി. ഇതാണ് അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് പോകാൻ നോക്കി വന്ന നെക്രോമൻസർ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ഗ്രീൻ ഫയർ അത് വെച്ച് അത് സോൾ ഫയർ ആണ്. അത് വെച്ച് അറ്റാക്ക് കൂടെ സ്കെലിട്ടൺ കിങ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തന്നെ വരുന്നു. അത് മുകളിൽ അത് അടിക്കാനായിട്ട് വീശിയത് അതിന്റെ മുകളിൽ കയറിയിട്ട് പല ഭാഗത്തായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ പിറകിൽ ഒരു ക്രോസ് പോലെയൊക്കെ വന്നു. അതുകൊണ്ട് നീ എത്ര അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നെക്രോമൻസർ തന്നെ അത് ഹീൽ ചെയ്തു. അതുകൊണ്ട് ഇനി ഹാവച്ചന്റെ എനർജി കുറഞ്ഞു വരുന്നതല്ലാതെ അതിനൊരു മാറ്റവും ഇല്ല എന്നതാണ്. അങ്ങനെ തെറിച്ച് വീഴുന്നു. നീ നിന്റെ അവസാന സമയം അത് എൻജോയ് ചെയ്യാനായിട്ട് പറഞ്ഞു. അയാൾ ഓസ്റ്റൻ ഗ്രിഫിനോട് നിനക്ക് ഞാൻ തരാം എന്ന് ഒരു വലിയ സ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അത് കണ്ട് ഇത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്കെലിട്ടൺ കിങ്ങിനെ അവോയ്ഡ് ചെയ്ത് പോകാൻ നോക്ക്. അത് സോഡ് കൊണ്ട് വീശി അതിന്റെ മുകളിൽ കൂടി പോയിട്ട് അപ്പുറത്ത് തീർന്നകത്ത് അടുത്ത വീശില മാറിപ്പോവുകയും പിറകുകയും വരുന്നു. അപ്പോഴാണ് ഫർണൈസിൽ നിന്ന് എവോൾവ് ആയതിനു ശേഷം കിട്ടിയ എബിലിറ്റി അത് യൂസ് ചെയ്യുന്നത്. അതൊരു ഫോർമേഷൻ അവിടെ ഉണ്ടാക്കി അതിനെ സ്കെലിട്ടൺ അവിടെ എത്തിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ആ സ്കെലിട്ടനെ ട്രാപ്പാക്കി. അതിൽ നിന്ന് ലൈറ്റ് പോലെ ചങ്ങല ചെയിൻ ആ സ്കെലിട്ടൺ ഇങ്ങനെ ലോക്കാക്കി എന്നിട്ട് അയാൾക്ക് നേരെ ഉപയോഗിക്കുന്നു. അതിൽ ആ ലൈറ്റ് അടിച്ച അയാൾ ഹാവച്ചന് നേരെ ഉണ്ടാക്കിയ ആ സ്കില്ല് അത് വിട്ട് ലിൻ കൊടുത്ത 10 സെക്കൻഡ് 10% എനർജി കൂടുതൽ കിട്ടുന്ന ആ പിൽസ് ഉപയോഗിച്ചു. അതോടെ ആ വന്ന സ്കില്ല് അത് ബ്രേക്കാക്കി അയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. എന്നാൽ അപ്പോഴുണ്ട് ഒരു ഹെഡ് വന്ന് തടഞ്ഞു. നോക്കുമ്പോൾ ഏലിയനെ പോലെ സിനിമയിലൊക്കെ കാണുന്ന ഏലിയനെ പോലെ സ്കെലിട്ടൺ കിങ്ങിന്റെ തല കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തു. അതോടെ ആ 10 സെക്കൻഡ് കഴിഞ്ഞു. ഇതെങ്ങനെ എന്ന അതിശയത്തിൽ ഹാവച്ചൻ നേരെ താഴേക്ക്. ആ സമയം സ്കെലിട്ടൺ കിങ് ആ ട്രാപ്പായി നിന്ന് പുറത്തു വന്നു. ഹാവച്ചന് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. അവ തടയാൻ നോക്കി. അവന്റെ ആർമർ എല്ലാം പോയി. ഹീറോയിന്റെ മുൻപിൽ ഹാവച്ചൻ നിൽക്കുന്നത് പോലെയും അവനെ തൊടാനായിട്ട് വന്നപ്പോൾ അവ മാഞ്ഞുപോയി. എന്തോ ഒന്ന് പറ്റിയെന്ന് അവൾക്കും തോന്നാനായിട്ട് തുടങ്ങി. അവനവിടെ നല്ല പരിക്കായിട്ട് വീണു. എനിക്ക് ഇങ്ങനെ പറ്റില്ല, ഹായുവിന് അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന വാക്ക് കൊടുത്തിരുന്നല്ലോ. അതെല്ലാം ഓർത്ത് ഇന്ന് അവൻ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതേപോലെ ഹായുവിന്റെ കാല് ഓർത്ത് ആ സ്കെലിട്ടൺ കിങ് ആണെങ്കിൽ അവനെ വന്ന് ഇടിക്കുകയൊക്കെ ചെയ്യുന്നു. 2-3 തവണ അവൻ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. എതിർക്കാൻ കഴിയാത്ത അവസ്ഥ. കാരണം അത്ര എനർജി നഷ്ടപ്പെട്ടു. അതുപോലെ ഹായുവിനും മനസ്സിലായതുപോലെ രണ്ടുപേരുടെ ഹാർട്ട് ബീറ്റ് അത് എന്തോ പോലെ ആകുകയും. കാരണം അവർ തമ്മിൽ ബ്ലഡ് റിലേഷൻ ആണല്ലോ. ഈ ബ്ലഡ് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അന്ന് കണക്ട് ചെയ്ത അതാണ്. ഹായു ഹാവച്ചൻ മരിച്ചാല് 2 പേര് ഡെഡ് ആകും. അത് തടയാനായിട്ട് ഹായു ഒരു സ്കിൽ യൂസ് ചെയ്തിരുന്നു. അവന്റെ നെറ്റിയിൽ വന്ന മാർക്ക് അതിന്റെ മാറ്റങ്ങൾ നെക്രോമൻസർ ഹ്യൂമൻ അടിച്ചത് മതി ഇനി ഓസ്റ്റൻ ഗ്രിഫിനെ കൊല്ലാനായിട്ടും പറഞ്ഞ് ഓസ്റ്റൻ ഖലീഫർ എന്ന് പറയണ്ടെന്ന് പറഞ്ഞ് കുറച്ചേര്. അതുകൊണ്ട് ഓസ്റ്റൻ ഗ്രിഫിൻ തന്നെ പറയാം. ഓസ്റ്റൻ ഗ്രിഫിൻ അതിന് പവേഴ്സ് കൊടുത്തു. അതിനെ കൊല്ലാനായിട്ട് പവേഴ്സും കൊടുത്തു പറഞ്ഞു വിട്ട്. ആദ്യം തന്നെ ആ മല പോലെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. ഹായുവിന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നീ കംപ്ലീറ്റ് ആയിന്. ഞാൻ വിധി അങ്ങനെയില്ല, 7ാമത്തെ തവണയാണ് നീ ചാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ അറ്റാക്ക് ഇനിയും വെയിൻ തരുമെന്നുകൂടി പറഞ്ഞ് പിന്നെ ഫയർ ഉപയോഗിച്ച് അത് മാക്സിമം ഹായുവിനെ വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതേപോലെ ആകാനും തുടങ്ങി. ഈ സമയത്ത് അവരുടെ കണക്ട് ചെയ്യുന്ന ബോണ്ട് അത് പാസ്റ്റിൽ അവർ അതെല്ലാം കാണിച്ചിട്ട് അവരുടെ ആ ബോണ്ട് ലൈന് അത് എങ്ങോട്ട് വലിച്ചോണ്ട് പോകുന്നതും അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അത് കട്ടായി. സംഭവം ഹായു മരിക്കുകയാണ്. ഹാവച്ചൻ മരിക്കുക. ഹായു അന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ചല്ലോ. അങ്ങനെ വരാതിരിക്കാൻ ആ കണക്ട് അത് ഇല്ലാതാക്കി. അവിടെ നിൽക്കേട് അവന്റെ മുൻപിലായിട്ട് പിറകിലായിട്ട് 2 കണ്ണ് മാത്രം അവന്റെ രൂപം തന്നെ മാറാനായിട്ട് തുടങ്ങി. അവിടെ വലിയ ഫോഴ്സ് ഉണ്ടാകാനായിട്ടും തുടങ്ങി. സ്കെലിട്ടൺ കിങ് ഹായുവിനെ കൊല്ലാനായിട്ട് വന്നത് അവന് കിട്ടിയ ഫോഴ്സിൽ തീർച്ചുപോയി. നെക്രോമൻസർ അവനെ കൊല്ലും എന്നൊക്കെ പറയുമ്പോഴാണ് പിറകിലൊരു സൗണ്ട്. നോക്കുമ്പോൾ ഹാവച്ചൻ അവന്റെ ലുക്ക് തന്നെ മാറിപ്പോയി. അടിച്ച് തെറിപ്പിച്ചു. ഈ ഹ്യൂമൻ ഡെഡായില്ലേ എന്ന അതിശയത്തിൽ ഹാവച്ചന്റെ ഉള്ളിൽ നിന്ന് ഡിവൈൻ കട്സ് ബ്രീത്ത് അത് വരുന്നതുകൊണ്ട് അതിശയം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അതൊക്കെ പോകെ കാണും. അവന്റെ മുഖത്തുള്ള ചിരി അത് അവന്റെ പോലും എൻ്റെ മനസ്സിലാക്കാം. സ്കെലിട്ടൺ കിങ്ങിനോട് കൊല്ലാനായിട്ട് പവേഴ്സൊക്കെ കൊടുത്തു. അത് പോയി സോഡ് ഉപയോഗിച്ച്
എന്നാൽ അത് അറ്റാക്ക് ചെയ്തിട്ട് അത് ഹാവച്ചന്റെ ഡിഫൻസിൽ പോലും തടഞ്ഞു. എന്നിട്ട് ടെലിപ്പോർട്ട് ചെയ്ത് മാറി അവസാനം ആ സ്കെലിട്ടന്റെ മുൻപിൽ വന്ന് നിന്ന് എന്നിട്ട് ഒറ്റ വീശ് അങ്ങനെ അതിനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് നെക്രോമൻസറിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അതിൽ വിരണ്ടുപോയി. എങ്കിലും ഹായുവിനെ എങ്ങനെ കൊല്ലണം എന്നുറപ്പിച്ച് ചെന്ന് നിന്ന ഹാവച്ചൻ ഹെവൻലി കഴ്സ് എന്ന സ്കിൽ അത് യൂസ് ചെയ്ത് തടഞ്ഞു. ഗ്രാവിറ്റി പോലത്തെ പതുക്കെ വന്നിട്ട് സോഡ് കുത്തിയിറക്കി. ഓസ്റ്റൻ ഗ്രിഫിൻ വെറുതെ വിടരുത്, അവനെ വെറുതെ വിടരുത്. പവർ ഓഫ് ഡിവൈൻ കഴ്സ് പുറത്തു വന്ന അൺഡെഡ് വേൾഡിലെ ലോഡ് നിങ്ങൾ ഇതുവരെ വരാത്തതെന്താ എന്ന് പറഞ്ഞാണ് നെക്രോമൻസർ ഡെഡായത്. അൺഡെഡ് വേൾഡിലെ ലോഡ്സ് അത് ആരെന്നൊക്കെ കാണും. അത് കഴിഞ്ഞ് ഒരുത്തന് ഹേ ഇതാണ് എറ്റേണൽ സ്ലീവ്, ഇവിടെയുള്ള 10 ഡീമൺ കിങ്. ഇപ്പോൾ വരാൻ പോകുന്ന ആരാണ്? അതിനുള്ള സമയമായി. മൂന്നാമത്തേത്, നാലാമത്തേതോ, അതോ ഇതോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നീ കുറെ അനോയിങ് ആണ് എന്ന് പറഞ്ഞ് അതിനെ കൊന്നളഞ്ഞു. പുറത്തു വരുന്നതായിട്ട് ഒരു വിച്ച് ഡീമൺ കിങ്. അത് മറ്റൊരു സ്റ്റാച്ചുവിന്റെ അടുത്ത് പോയിട്ട് നീ ഇതുവരെ വരാത്തത് എന്താണ്? നമ്മൾ കാത്തിരുന്ന ഓസ്റ്റൻ ഗ്രിഫിന് അവൻ വന്നത്, നമുക്ക് ഒരുമിച്ച് പോയി അവനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് നേരെ ഒരു റിച്വൽ അത് ചെയ്യുകയാണ്. സോൾഫയർ കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ തിരിച്ചു വരവിനായിട്ടാണ് ഒരുപാട് വർഷമായിട്ട് ഈ ലോകം വെയിറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒന്ന് പുറത്തു വരുന്നു. അത് കണ്ട് ഹാപ്പി ആവുന്ന വിച്ച് ആ പെട്ടി മാറി അതിനുള്ളിൽ നിന്ന് ഒരാൾ വരികയാണ്. ഇതാണ് ഡെത്ത് സ്പിരിറ്റ് ഡിസ്പിളിനേറ്റ്. ഡെത്ത് സ്പിരിറ്റ് എന്ന് പറയാം. അയാളും ഒരു കിങ് ആണ്. കയ്യിൽ പിടിച്ചൊക്കെ വെച്ച് നൽകുന്ന ഡെത്ത് സ്പിരിറ്റ് സ്കെലറ്റൻ ഡ്രാഗൺ കിങ്ങിനോട് നമ്മുടെ എഗ്രിമെന്റ് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു പവർ ഉപയോഗിച്ച് ഡ്രാഗണുള്ള സ്കെലറ്റൻ ഡ്രാഗനെ പുറത്തു കൊണ്ടുവന്നു. കഴിഞ്ഞ 1000 വർഷമായിട്ട് നൈറ്റിനായിട്ടാണ് വെയിറ്റ് ചെയ്തത് നിങ്ങളുടെ വിങ്സ് ആയിട്ട്. അതിന്റെ മുകളിൽ കയറിയിട്ട് അവർ ഓസ്റ്റൻ ഗ്രിഫിന്റെ ഉള്ളിൽ ഉള്ള ആ പ്ലേസിലേക്കും പോവുകയാണ്. ഇവർ ആരെന്നൊക്കെ പോകെ കാണാം. നെക്രോമൻസർ കൊന്നതോടെ ആ പവേഴ്സ് ഇല്ലാതായി അവൻ ബാക്ക് ടു നോർമൽ. ഇപ്പൊ എന്താ നടന്നത്? ഹായ് എവോൾവ് ആകാൻ കുറച്ച് ടൈം കൂടി ഉള്ളൂ എന്നിപ്പോ നടന്നത് എന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോഴാണ് അടുത്ത പണി വരുന്നത്. മുൻപ് കേട്ട 3 അവരങ്ങോട്ട് എത്തി. ഇതിപ്പോ എന്താണ് സംഭവം എന്ന പോലെയായി ഹാവച്ചൻ. ആ ഹെവൻലി കഴ്സ് അതിനെ കൊല്ലണം എന്ന് വിച്ച് പറയുമ്പോൾ ആ സ്കെലിറ്റൻ ഡ്രാഗൺ ഒരു പവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഹാവച്ചൻ അവന്റെ ഉണ്ടായിരുന്ന മുഴുവൻ എനർജി ഉപയോഗിച്ച് ഡിവൈൻ ഡിഫൻസ് അത് ഉപയോഗിച്ചു ആ സ്കില്ല് എതിർക്കാൻ നോക്കി. തടഞ്ഞു. അതിനെ പിന്നുമായി അങ്ങനെ നിൽക്കേണ്ട പിറകെ കൂടി ഡെത്ത് സ്പിരിറ്റ് സോഡ് ഉപയോഗിച്ച് അഗ്ഗില് അതിൽ കുത്തുന്നത്. അതിന്റെ വിളി ഹാവച്ചൻ ഞെട്ടിപ്പോയി. അതാകട്ടെ എന്തൊക്കെ ആകാൻ തുടങ്ങി. പിന്നെ കുത്തിറക്കി. അവസാനം ഒരു പൊട്ടിത്തെറി. അപ്പോൾ അവരുടെ പവേഴ്സ് എല്ലാം തടഞ്ഞതുപോലെ അവിടെ 3 തലയിട്ട് വന്ന് നിൽക്കുന്നു ഹായു. അതുകൊണ്ട് നീ ഡെഡായില്ലേ എന്ന് പറഞ്ഞ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങി. ഹാവച്ചൻ എന്ന നീ അവസാനം വന്നു എന്ന് പറഞ്ഞ് മയങ്ങി വീഴുന്നു. അവനെ ചെന്ന് പിടിച്ചു. അവർ 3 സൈഡിൽ നിന്ന് പവേഴ്സ് ഉപയോഗിച്ച് അറ്റാക്ക് എന്ന ഹാവച്ചനെ കൊണ്ട് ജസ്റ്റിന് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. അലോകത്ത് നിന്ന് അവരങ്ങനെ രക്ഷപ്പെട്ടു. അവൻ എസ്കേപ്പ് ആയതുകൊണ്ട് വിച്ചിനെ ആകട്ടെ ഭ്രാന്തായി. അതിനെ കൊല്ലണോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഡെത്ത് സ്പിരിറ്റ് എന്നാ മനസ്സിലാക്കിയത് വെച്ച് അവൻ പോയ മറ്റൊരു ഡയമെൻഷനിലേക്ക് നിനക്ക് പോകാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 100 വർഷത്തിനുള്ളിൽ 9 തലയേറ്റ് പഴയ പവേഴ്സിൽ ഓസ്റ്റൻ ഗ്രിഫിൻ വരും. എന്തുകൊണ്ട് 10ാമത്തെ കിങ്ങിനെ വിളിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ എവോൾവ് ആകെ ഇനിയും വരും. അവൻ ഇവിടെ തന്നെ പോരേണ്ടി വരും. അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു പോയാ. അതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് വെച്ച് അവൾ ഇനിയും ഇവിടെ വരണമെന്ന അർത്ഥം. അത് കഴിഞ്ഞ് ഹാവച്ചന് ചെറിയ ബോധം. അതൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം മരിച്ചതാണ്, ഇനി ആലോചിക്കണ്ട. പിന്നെ ഓർമ്മ. പിന്നെ ഹീറോയിൻ മാസ്റ്റർ അടുത്തേക്ക് ഹാവച്ചനെ എത്തിച്ച് അവൻ ഡെഡായില്ല എന്നതറിഞ്ഞ് സമാധാനമായി. ഹായുവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മാസ്റ്റർ തടഞ്ഞത് അവന്റെ ബീസ്റ്റാണ്. ഹാവച്ചന്റെ ഹീൽ ചെയ്യണ്. അവന് പഴയ പോലെ നോർമലായി. അവരോട് കണ്ടിട്ട് എന്നെ കാത്തിരിക്കുമായിരുന്നു. എന്നോട് ശിവകി അവന്റെ തലക്കെട്ട് കൊട്ടിട്ട് 2 രാത്രി പോലാണ് നിന്നെ കാത്തിരുന്നേ ഹീറോയിൻ. അവൾക്കെന്നാണ് ഹായു എവോൾവായി. അതിപ്പോ ടയർ 6 ബീസ്റ്റാണ് എന്നത് കണ്ട് അതിശയമാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് എന്ന് അതിശയമുണ്ട് മാസ്റ്ററിനെ. അതുപോലെ അതിന്റെ 3ാമത്തെ തല ഹെഡ് ഗ്രീൻ ആണ്. അതിന് പേര് കൊടുത്തത്. അപ്പോഴാണ് ഇനി ഹെഡ് വരാനുണ്ടെന്നത് അവന് മനസ്സിലായത്. അത് പഴയ രൂപത്തിൽ വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് പോയിട്ട് കൂട്ടായി. അതിന്റെ 3 രൂപത്തിലേക്ക് കളിക്കുമ്പോൾ ഹായു അവൾ ഇഷ്ടപ്പെട്ടല്ലോ നിന്നെ പോലെ തന്നെയെന്ന് മാസ്റ്റർ. അവനാണിട്ട് ചമ്മരിയാവുക. പിന്നെ അവര് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ ആവുമെന്ന് അടുത്ത എപ്പിസോഡ് കാണുക. ബൈ.